ഇനി നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തല്ല, ഒരാള് നവൈതു സൗമഗദിൻ അദായി ഇങ്ങനെ പറയുന്നു, അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതല്ല. നിയ്യത്തു ബിൽ ഖൽബി എന്നാണ് നമ്മൾ ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഹൃദയം കൊണ്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നാണ്. നമ്മുടെ മനസ്സിൽ ഖൽബിയായ ഫർളാണ്. ഖൽബിയായ ഫർള് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കൊണ്ട് ആ ഫർള് വീടൂല. അപ്പൊ എന്ത് വേണം? നിയ്യത്ത് മനസ്സിൽ കരുതുക തന്നെ വേണം. നിയ്യത്ത് അതിപ്രധാനമാണ്. ശഫഈ മദ്ഹബിൽ പ്രത്യേകിച്ചും ഓരോ നോമ്പിനും നിയ്യത്ത് ഫർളാണ്. അപ്പം നിയ്യത്തിന്റെ കാര്യം അത് ഖൽബ് കൊണ്ട് തന്നെ, ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ കരുതലാണ്. അപ്പൊ നമ്മൾ നവൈതു സൗമഗദിൻ എന്ന് പറയുന്നതോ, അത് ഒരാൾ പറഞ്ഞു നമ്മൾ ഏറ്റു പറയുന്നതോ, അത് പറയൽ സുന്നത്ത് മാത്രമാണെന്നാണ്. പറഞ്ഞതുകൊണ്ട് ഫർള് വീടൂലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു എല്ലാ നോമ്പിനും നിയ്യത്ത് ചെയ്യണമെന്നാണല്ലോ. ഇനി നമ്മൾ സൂക്ഷ്മതക്ക് വേണ്ടി റമളാനിന്റെ ഒന്നാം റമളാനിൽ തന്നെ എല്ലാ റമളാനിന്റെയും നിയ്യത്തുകൾ, റമളാൻ നോമ്പിനെ ഞാൻ നോറ്റുവീട്ടുന്നു എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്താൽ, ഇത് ശാഫിഈ മദ്ഹബ് പ്രകാരമല്ല, മാലിക്കി മദ്ഹബ് പ്രകാരം ഒരു പക്ഷേ നമ്മുടെ ഒരു നോമ്പ് നമുക്ക് നിയ്യത്ത് മറന്നു പോയാൽ, നമ്മൾ ആ മറന്നുപോയ നോമ്പ് മാലിക്കി മദ്ഹബ് പ്രകാരം, മാലിക്കി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് ഞാൻ ഈ നോമ്പ് നോറ്റുവിട്ടുന്നു എന്ന് കരുതിയാൽ, അവിടെ നിയ്യത്ത് മറന്നു പോയാലും നമുക്കതിൽ ഇങ്ങനൊരു ഒഴിവ് കഴിവുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, എല്ലാ മാസത്തെയും എല്ലാ ദിവസത്തെയും റമളാൻ നോമ്പിനെ, ഫർളായ റമളാൻ നോമ്പിനെ ഞാൻ നോറ്റുവിട്ടുന്നു എന്ന് കരുതുക, മാലിക്കി മദ്ഹബ് പ്രകാരം. അതേസമയം ഷാഫി മദ്ഹബ് പ്രകാരം എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യൽ നിർബന്ധവുമാണ്.